ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് കസിൻസ് എല്ലാവരും കൂടി മൂന്നാർ ട്രിപ്പ് പോകണേ കേട്ടോ. അപ്പോൾ ഇതെന്നെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും സഹിച്ചാലേ പറ്റൂ, സഹിക്കണം കേട്ടോ. അപ്പോൾ എനിക്കറിയാം, അപ്പം നെക്സ്റ്റ് വ്ളോഗ് അടിപൊളിയാക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ്. അതെ മൂന്നാറാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. തണുപ്പുണ്ട് ഗൈസ്. ഇതാണ് വരുൺ ചേട്ടൻ. ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. ഇതാണ് കുരുട്ട്. ഇതാണ് കുരുട്ട്. ഓക്കേ, ഇത് അടുത്ത കുരുട്ട്. ഇത് മാരിഡ് കുരുട്ട്, ഇത് സിംഗിൾ കുരുട്ട്. അപ്പൊ ഗൈസ്, നമുക്ക് മൂന്നാർ എത്തിയിട്ട് കാണാം. എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എക്സലന്റ്. അപ്പൊ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത ഈ കാട്ടിലാണ്. ഈ കാട്ടിലാണ് ഹായ് ഗൈസ്. ഹായ് ഗൈസ് പറയാല്ല, വേറെ ഈ ട്രിപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നു. നല്ല അടിപൊളി ട്രിപ്പ്. ഇത് സെൻസർ ചെയ്യണം. നമ്മള് ആദ്യമായിട്ടാണ് നമ്മളെല്ലാരും കൂടെ വരുന്നത്. ഇത് അടിപൊളി മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ കപ്പിൾ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ട്രിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹണിമൂൺ ഓർമ്മകളാണ്. സോ ഇന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പൊ നമുക്ക് മൂന്നാർ ട്രിപ്പ് കാണാം. മൂന്നാറിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. വെയിലുണ്ടെങ്കിൽ പോലും തന്നെ നമുക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ലായിരുന്നു. കാരണം നല്ല തണുത്ത കാറ്റായിരുന്നു വീശിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് വണ്ടി ഇരിക്കുന്നതിനൊരു ബുദ്ധിമുട്ടല്ലാതെ ഞാൻ വേറൊരു ബുദ്ധിമുട്ടും ഇതിൽ കണ്ടില്ലായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ 4 വണ്ടിയായിട്ടാണ് വന്നത്. കാരണം 3 ബൈക്കും ഒരു കാറായിട്ടാണ് വന്നത്. അപ്പോൾ കാറുകാർക്കാണെങ്കിൽ വഴി തെറ്റിപ്പോയി. നമ്മളാണെങ്കിൽ ഗ്യാപ്പ് റോഡിട്ടാണ് ഉദ്ദേശിച്ചത്. അവരാണെങ്കിൽ മറ്റേ ടോപ്പ് സ്റ്റേഷനിട്ട് ഇതിട്ട്, കാരണം അവിടെ റേഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ അവരെ ഗൂഗിൾ മാപ്പ് ചതിച്ചെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരെ തപ്പി കണ്ടുപിടിക്കണമല്ലോ. കാരണം റേഞ്ചില്ല, ഫോൺ വിളിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ സീൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമ്മളാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തു. അവിടുത്തെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ അടിപൊളിയായിരുന്നു. കാരണം ഒരു എന്താ ഇപ്പം പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നതും. അതേപോലെ തന്നെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ മാജിക്കൽ വേൾഡിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ നിന്നെക്കാളും രസമുണ്ട് അർജുന. സോ ഇപ്പൊ നമ്മൾ എവിടെയാണ് അർജുന നിൽക്കുന്നത്? നമ്മളിപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡിട്ട് പോകാൻ പോവാം. ഗ്യാപ്പ് റോഡ് ഗൈസ്. ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇവിടെ നല്ല കോടയുണ്ട്. ഇപ്പൊ നമ്മള് ഗ്യാപ്പ് റോഡിട്ട് കയറിക്കാൻ തന്നെ അടിപൊളിയായിരിക്കും. അപ്പൊ അത്യാവശ്യം വെയിലുണ്ട്. പക്ഷെ വെയിലാണെങ്കിൽ തന്നെ നമുക്ക് അധികം തോന്നണില്ല. കാരണം മഞ്ഞായതുകൊണ്ട്, കുറച്ച് കോട ആയതുകൊണ്ട് തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് വെയിലൊന്നും കൊള്ളാൻ പോലും അറിയുന്നില്ല അല്ലെ. വെയിൽ എന്താണെന്ന് പോലും അറിയുന്നില്ല. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറയണ ഒന്നും പറയാൻ തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, ഇവര് ഉച്ചയായപ്പോ തന്നെ നെഗറ്റീവാ. സമയം ഉച്ചയായെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ന്യൂലി മാരിഡ് കപ്പിൾസ് ഗൈസ്. ഇവരുടെ കൂടെയാണ് നമ്മൾ. ഏത് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിടണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ ഇവരുടെ വണ്ടിയാണിത്. R15 അല്ലേ? ഞാൻ പണ്ട് ഇതിന് R50 എന്ന് പറഞ്ഞോണ്ടിരുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഞാൻ കൂടെ പറയണമെന്നില്ലല്ലോ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഇവിടെ നല്ല പോണ വഴിക്ക് നല്ല ചെടികളും ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പോലെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. അപ്പം നമ്മളാണെങ്കിൽ അവിടുത്തെ ഏതോ ഒരു ചായക്കടയിൽ കയറി മുളക് ബജിയും പിന്നെ മാഗി. ഞാൻ പറഞ്ഞ് ഹൈ റേഞ്ചിലെ മാഗി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓർഡർ ചെയ്തു. പക്ഷേ അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടമായി. പക്ഷെ മുളക് ബജി ആണെങ്കിൽ വായി വെക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് എരിവായിരുന്നു. പിന്നെ മുളകിന് പിന്നെ എരിവ് ഉണ്ടാവുമല്ലോ, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. അതാ ഞാൻ കുരുമുളക് പൊടി വാരിയിട്ടത്.
അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കൂടെ കാറിന് വന്ന ആൾക്കാർ നമ്മൾ കണ്ടെത്തി ഗൈസ്. അപ്പൊ നമുക്കാണെങ്കിൽ അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് മറ്റേ ബ്ലോസം ഹൈഡൽ പാർക്കിലാണ് നമ്മളുള്ളത്. സോ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എവിടെ പോയില്ല, ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ്. ആകെ പെട്രോൾ പമ്പിലും അങ്ങനെ എല്ലാവരും കണ്ടെത്തിയ സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൂടി ബ്ലോസം ഹൈഡൽ പാർക്കിൽ പോയിട്ട് അവിടുത്തെ ഇത് ഒന്നിച്ച് സന്തോഷിക്കാന്ന് വിചാരിച്ച് കയറി. പക്ഷെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞിരിക്കണ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ്. അപ്പം നമ്മൾ കുറേ നേരം അവിടെ ചെലവഴിച്ചു. പിന്നെ ഇതും പുതിയ ന്യൂലി മാരീഡ് കപ്പിൾസ്, ഞാൻ ഇപ്പം തന്നെ 3 വട്ടം ഇത് പറഞ്ഞു, അവരെന്നെ കൊല്ലും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. എൻ്റെ ചേട്ടൻ തന്നെ പറയാം, നീ ഇത് നിർത്ത, അവർ കേട്ടിട്ട് മടുത്ത ആൾക്കാർ. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും ഇതൊക്കെ എടുത്ത് എൻ്റെ വ്ളോഗ് ഭയങ്കര ഷോക്കാന്ന് എനിക്കറിയാം, എന്നാലും സഹിച്ചല്ലേ പറ്റും. അതുകൊണ്ട് ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിൽ പോയി ബൈ.